ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. പിന്നാലെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതിന് മുൻപുള്ള ഒരു മണിക്കൂർ കേരളത്തിലെ 14 ജില്ലകളിലൂടെയും ഒരൊറ്റ പ്രദക്ഷിണമാകാം. സാധ്യതകൾ പരിശോധിക്കാം. വടക്കുനിന്ന് തുടങ്ങാം. നമുക്ക് ആദ്യം നമ്മൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു കാസർഗോഡിലെ ചിത്രം എന്നത് നമുക്ക് നോക്കാം. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്നത് നമുക്ക് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് ആ ചിത്രം മാറിയിട്ടുണ്ടോ എന്ന കണക്കുകളാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാസർഗോഡ് ജില്ല 2021 ആകെ സീറ്റ് 5 സീറ്റ്. 5 സീറ്റിൽ LDF 3 എടുത്ത് UDF 2 എടുത്ത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ ഈ 5 സീറ്റുകളിൽ LDF 2 UDF 3, അതായത് UDFന് 1 സീറ്റ് തദ്ദേശത്തിൽ അനുകൂലമായി വിധിയെഴുതി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് ജില്ലയിൽ അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, 2-ൽ നിന്ന് UDF 3-ലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അത് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തിരി മെച്ചപ്പെട്ടിരിക്കുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ, LDFന്റെ ആശങ്ക. എന്താണ് എക്സിറ്റ് പോൾ വരാൻ പോവുകയാണ്. അരുൺ, എന്താണ് പറയാനുള്ളത്? മാധു, കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും കണക്കും പരിശോധിച്ചാൽ പൊതുവെ ഇടതുപക്ഷം വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ, അതായത് കാലങ്ങളായി ഇടതുപക്ഷം വിജയിച്ചു വരുന്ന 3 മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ പോലും BJPക്കെതിരെ അല്ലെങ്കിൽ BJP 2ാം സ്ഥാനത്തുള്ള 2 മണ്ഡലങ്ങൾ അവിടെ UDF ആണ് വിജാറ്. പക്ഷേ ഈ തരം കണക്കുകൂട്ടുകൾക്കപ്പുറത്തേക്ക് ശ്രദ്ധേയമായ മത്സരങ്ങൾ ഈ 5 മണ്ഡലങ്ങളിലും നടന്നു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തൃക്കരിപ്പൂരിലെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ LDFന്റെ തന്നെ കണക്കിൽ അവർക്ക് ചെറിയ മുൻതൂക്കം മാത്രമേ അവർ പറയുന്നുള്ളൂ, അവകാശപ്പെടുന്നുള്ളൂ. UDF അവിടെ ആ സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. ഉദുമ പോലുള്ള മണ്ഡലങ്ങളിൽ LDFനെ സംബന്ധിച്ച കണക്കുകളിൽ ആശങ്കയുണ്ട്. UDF അവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ ഈ ഷാനവാസ് പാദൂറിന്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ആ സാന്നിധ്യം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാഹചര്യം ഒരുക്കി മഞ്ചേശ്വരത്തും പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്നു. അങ്ങനെ മറ്റ് മുൻകാല കണക്കുകൾക്കപ്പുറത്തേക്ക് ശ്രദ്ധേയമായ മത്സരം ഈ 5 മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്നണികളുടെ കണക്ക് പരിശോധിച്ചാൽ നിലവിൽ UDF അവകാശപ്പെടുന്നത് 4 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ്. അവരുടെ കയ്യിലുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ വിജയിക്കും. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരും ഉദുമയും തിരിച്ചുപിടിക്കും എന്ന അവകാശവാദമാണ് കണക്കുകൂട്ടലുകൾക്ക് ശേഷം UDF. കഴിഞ്ഞ നിയമസഭയിലെ 2 തദ്ദേശത്തിൽ വരുമ്പോൾ 3 ആണെങ്കിൽ അടുത്ത നിയമസഭയിലേക്ക് വരുമ്പോൾ അത് 4 മണ്ഡലങ്ങൾ എന്നുള്ളതാണ് UDFന്റെ അവിടുത്തെ പ്രതീക്ഷയെന്നാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.